ഇന്ന് ഉച്ചക്കത്തേക്ക് ഞാനൊരു ഗീ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അത് സാധാരണ ഗീ റൈസ് അല്ല, ടൊമാറ്റോ ഗീ റൈസ്. ഇതിന് കോമ്പിനേഷനായി ഒരു മഷ്റൂം മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടും കൂടെ അടിപൊളിയല്ലേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ നെയ്ച്ചോറിന് ഞാൻ ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളമുള്ള അരി, സാധാരണ കൈമേരി പോലെ ചെറിയ അരി കൊണ്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാറ്. ഇതിവിടെ ഞാൻ വലിയ ബസുമതി അരി വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 3-4 പ്രാവശ്യം കഴുകി 20 മിനിറ്റ് കുതിർത്ത് വെക്കണം. 2 തക്കാളിപ്പഴം, ഒരു വലുതും ഒരു ചെറുതും. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. പച്ചയ്ക്ക് തന്നെ അരച്ചെടുത്താൽ മതി. 2 സവാള ഇതും അരിഞ്ഞെടുക്കണം. പിന്നെ ഇതുപോലെയുള്ള 1.5 സവാള വറുത്ത് വെച്ചേക്കുന്നത്, ഒരു പിടി കശുവണ്ടിയും ഒരു പിടി കിസ്മിസും വറുത്ത് വെച്ചേക്കുന്നത്. ഇത് നെയ്യിലാണ് വറുത്തെടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ബേ ലീഫ്, 3 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു തക്കോലത്തിൻ്റെ പകുതി, ഒരു ചെറിയ കഷ്ണം പട്ട, ഉപ്പ്, നെയ്യ്, വെള്ളം. ഇതിന് കോമ്പിനേഷനായിട്ട് ഒരു കറിയും കൂടെ വേണമല്ലോ. അതിന് ഞാൻ മഷ്റൂം മസാലയാണ് ഉണ്ടാക്കുന്നത്. 200 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊളിച്ച്, ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് കളയണം. പൊളിക്കണ്ടെന്നൊക്കെ അവർ പറയും, എന്നാലും നമ്മളിതൊന്ന് പൊളിച്ചിട്ട് മുറിച്ചെടുക്കണം. 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 തക്കാളിപ്പഴം, 1 സവാള. ഈ തക്കാളിപ്പഴം ഒന്ന് വേവിച്ചിട്ട് പ്യൂരിയാക്കി എടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. കൂണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളിപ്പഴം വേവിച്ച് അരച്ചും വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ, 1/4 കപ്പ് തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മഷ്റൂം കറി വെക്കാം. അതിന് ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അരിഞ്ഞ് വെച്ച സവാള ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. സവാളയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെക്കാം. കുറച്ച് വെച്ചിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. തീ കുറച്ച് വെച്ച് വഴറ്റണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണ് ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കാം. ഇത് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ കൂടിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇറങ്ങി വരും. എന്ന് വെച്ചാൽ ഒത്തിരി വെള്ളം വരികയല്ല, ആ ഈർപ്പം ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുത്തതാണ്. അതിലേക്ക് വേവിച്ച് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പ്യൂരി ചേർക്കാം. തക്കാളി പ്യൂരി നമ്മൾ വേവിച്ച് അരച്ച് ആയതുകൊണ്ട് ഇതിന് പച്ചച്ചുവയൊന്നുമില്ല, അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. തീ കൂട്ടി വെക്കണം.
നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം നമ്മൾ ആദ്യം ഉപ്പിട്ടതേ ഉള്ളൂ, ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പം ഇത് തിളച്ചിട്ടുണ്ട്, ഉപ്പ് കുറവാണ്. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കറണ്ട് പോയത് കാരണം ഞാൻ ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കൂണ് വെന്തോന്ന് നോക്കാം. കൂണ് വെന്തിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് ചൂടാകണം, തിളയ്ക്കണ്ട. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തിട്ട് കറി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഗീ റൈസ് ആണല്ലോ, അപ്പം നെയ്യ് തന്നെ ഒഴിക്കണം. നെയ്യ് ചൂടായി അതിലേക്ക് ഓൾ സ്പൈസസ് ചേർക്കാം. ബേ ലീഫ്, പട്ട, സ്റ്റാർ അനിയൻ, ഗ്രാമ്പു, ഏലക്ക. തീ കുറച്ച് വെക്കണം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. സ്പൈസസ് മൂത്ത മണം വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കാം. ഈ സമയത്ത് തന്നെ ഇതിനാവശ്യമുള്ള വെള്ളം ഒന്ന് ചൂടാകാൻ തിളപ്പിക്കാൻ വെക്കണം. അപ്പം നമ്മൾ തക്കാളിപ്പഴം അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയും കൂടെ വെള്ളം ചേർക്കാവുള്ളൂ. ഇത് എത്തോരം ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കണം. 1.5 കപ്പ് അരി എടുത്തതുകൊണ്ട് തന്നെ 3 കപ്പ് വെള്ളം വേണം. ഒന്നര കപ്പ് ടൊമാറ്റോ പ്യൂരി ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി 1.5 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. സവാള ആവശ്യത്തിന് മൂപ്പായി. ഇത് ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകാണ്ട് ഇതുപോലെ ഒന്ന് കളറ് മാറി വന്നാൽ മതി. അതിലേക്ക് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന ഈ അരി ചേർക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 4 മിനിറ്റ് എങ്കിലും ഇത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ ഈ വെള്ളമയമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഒഴിക്കാനുള്ള വെള്ളവും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം അരിയിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇത് വറ്റിച്ചെടുക്കാനായതുകൊണ്ട് കൂടുതൽ ഉപ്പിടണ്ട. ചോറിന് പാകത്തിനുള്ള ഉപ്പിട്ടാൽ മതി. ഇനി തീ കൂട്ടി വെച്ചൊന്ന് തിളപ്പിക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചോറ് വെന്തോന്ന് നോക്കാം. വെച്ചിട്ട് ഒരു 15 മിനിറ്റായി. ചോറ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനിയുള്ള വേവ് നമ്മൾ അടച്ച് വെക്കുമ്പോഴത്തേക്കും വെന്തോളും. പിന്നെ ഇപ്പം തന്നെ എടുക്കാനാണെങ്കിൽ അല്പം കൂടെ വേവിച്ചിട്ട് എടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്നതിൽ കൂട്ട് കുറച്ച് സവാളയും നട്ട്സും കിസ്മിസും എല്ലാം ചേർക്കാം. ബാക്കി നമുക്ക് ഡെക്കറേഷന് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. വെള്ളമൊക്കെ വറ്റി. ഇപ്പോൾ വറുത്തിട്ടതിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്.
ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് 10 മിനിറ്റ് അടച്ച് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിരുന്നാണ്. ഇനി ഒന്ന് നോക്കാം. ആ നെയ്യുടെയൊക്കെ മണം ഒന്ന് മിക്സ് ചെയ്യാം. മുകളിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തതാണല്ലോ. ഏറ്റവും രുചികരമായ ടൊമാറ്റോ ഗീ റൈസ് റെഡിയായി. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും നട്ട്സും കിസ്മിസും ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. മഷ്റൂം മസാലയും സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ലഞ്ച് മെനു നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.